നമുക്കെല്ലാം അറിയാം, സർക്കാർ അതിന്റെ അവസാന മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളം സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഗവൺമെന്റിന് 5 വർഷം കിട്ടി. അതിനിടയിൽ ന്യൂനപക്ഷത്തെക്കുറിച്ചോ ഭൂരിപക്ഷത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിന്റെ വ്യഗ്രതയിലാണ്. നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സർക്കാർ പക്ഷം ബഹുദൂരം പുറകോട്ട് പോയി. ജനവികാരം സർക്കാരിനെതിരാണ് എന്ന് നന്നായിട്ടറിയാം. കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ സർക്കാർ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ ഭരണകക്ഷിയുടെ സമ്മേളനം നടക്കുകയാണല്ലോ, CPIയുടെ. ആ സമ്മേളനത്തിലെ വിമർശനങ്ങൾ എന്താണ്? ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിക്കാൻ CPI നേതാക്കന്മാര് നിർബന്ധിതരായി എങ്കിൽ പോലും അണികൾ ഈ പോലീസ് എന്താണെന്ന് വ്യക്തമാക്കിയാണ്, ഭരണം പരാജയമാണെന്ന് അവർ തന്നെ വിലയിരുത്തുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് തട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ വിലപ്പോവില്ല. ഏതെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കേരള നിയമസഭ ചേരുകയാണ്. ഞങ്ങൾ വിലക്കയറ്റം ഉന്നയിക്കും, പോലീസിന്റെ അക്രമം ഉന്നയിക്കും, കാർഷിക മേഖലയുടെ പ്രതിസന്ധി ഉന്നയിക്കും, ആരോഗ്യ മേഖലയുടെ തകർച്ച ഉന്നയിക്കും, വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ അരാജകത്വം ഞങ്ങൾ ചർച്ച ചെയ്യും, വന്യമൃഗ ശല്യം ഞങ്ങൾ ഇന്ന് സഭയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, തീരദേശ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ച ചെയ്യാൻ തയ്യാറാണോ ഗവൺമെന്റ്? ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണോ? അപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള വിഫല ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചേരിതിരിഞ്ഞുള്ള സമ്മേളനങ്ങൾ.